ക്ലാസ്സുകളിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ നമ്മൾ പഠിച്ചു. അതായത് ഇൻഹെറിറ്റൻസ് ഒക്കെ എങ്ങനെ നടക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ്, അപ്പം മോണോഹൈബ്രിഡ് ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്, രണ്ട് ജീനിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്, അപ്പോൾ എന്തുകൊണ്ട് വേരിയേഷൻ വരുന്നു, ലിങ്കേജ് എന്തുകൊണ്ടൊക്കെ വരുന്നു, അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഒക്കെ വരുന്ന കാര്യങ്ങൾ പഠിച്ചു. അപ്പം കുറച്ച് ജെനറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചു. മെൻഡേലിയൻ ഡിസോർഡർ, സിംഗിൾ ജീനെ അഫക്റ്റ് ചെയ്യുന്ന മെൻഡേലിയൻ ഡിസോർഡേഴ്സ് പഠിച്ചു. അല്ല, ക്രോമസോമിനെ ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ക്രോമസോമൽ ഡിസോർഡേഴ്സ് പഠിച്ചു ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ ഇൻഹെറിറ്റൻസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് മോളിക്കുലർ ബേസിസ്? ആ ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ എന്ത് മോളിക്യൂളാണ്, എന്ത് സാധനമാണ് ഇൻഹെറിറ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ചാപ്റ്റർ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ഇൻഹെറിറ്റൻസിന്റെ മോളിക്കുലർ ബേസിൽ എന്താണ് ശരിക്കും മോളിക്യൂൾസ്, എന്ത് മോളിക്യൂളാണ് ഇൻഹെറിറ്റൻസിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ എന്ത് മോളിക്യൂളാണ് ഇൻഹെറിറ്റൻസിനും വേരിയേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണ്. നമുക്കിപ്പോൾ അറിയാം, ജീനൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാം. ഇതെങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചത്, എന്തിൻ്റെയൊക്കെ ബേസ്ഡാണ്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ജീൻ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും, ഒരു ജീൻ ഒരു ഫീനോടൈപ്പിക് എഫക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഒരു ജീൻ ഒരു ഫീനോടൈപ്പിക് എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഇത് കണ്ടുപിടിച്ചത് ഒരുപാട് വർഷത്തെ സയൻറ്റിസ്റ്റിൻ്റെ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ അതൊരു നമ്മുടെ ടെക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നതാണ്, DNA is the most interesting molecule present in living system എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ DNA-യുടെ ലെങ്ത് പറയുകയാണ്. DNA-യുടെ ലെങ്ത് ഡിഫറെൻറ്റ് ഓർഗാനിസിൻ്റെ DNA-യുടെ ലെങ്ത് പറയുകയാണ്. ഇത് ഓരോ ഓർഗാനിസിനും ഭയങ്കര ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, ഓരോരുത്തർക്കും സ്പെഷ്യാലിറ്റി ആയിരിക്കും. ഈ ഒരു വാല്യൂ ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞ DNA-യുടെ ലെങ്ത് പറയുകയാണ്. ലെങ്ത് ഓഫ് DNA ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബാക്ടീരിയോഫേജിന്റെ കേസാണ് 5x174 എന്ന് പറഞ്ഞൊരു ബാക്ടീരിയോഫേജിന്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെ ന്യൂക്ലിയോടൈഡ് നമ്മൾ പറഞ്ഞ 5, 3, 8, 6 അത്രയും ന്യൂക്ലിയോടൈഡ്സുകളാണ്. കാര്യം ഇതിന് സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ് ഇവർക്ക് കാണുന്നത്. ഇവരുടെ DNA സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ് ഇവർക്ക് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ബേസ് പേസ് പറയാൻ കഴിയില്ല, നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മൾ പറയുക. ഓക്കെ ആണല്ലോ. 5x174 ന്യൂക്ലിയോടൈഡ്സ് ആണ് 5, 3, 8, 6 അത്രയും ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഇത് പൊതുവെ ഇങ്ങനെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ഒരു വാല്യൂ ആണ് ഇത്. പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യമാണ് 5 + 3 8 ആണ്. അപ്പോൾ 5, 3, 8 പിന്നെ ഒരു നമ്പറും കൂടി ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അത്രയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് വരും. 5, 3, 8 ബാക്കി ഒരു നമ്പറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് 3 നമ്പർ കിട്ടും. 5, 3, 8 ലാസ്റ്റ് ചെയ്ത ഒരു നമ്പർ. അത്രയും തന്നെ ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് അതിന്റെ ആൻസർ ക്ലിയർ ആക്കി കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഈ മറ്റൊരു ബാക്ടീരിയോഫേജ് ആണ് ലാംഡ ബാക്ടീരിയോഫേജ്. ലാംഡ ബാക്ടീരിയോഫേജിന്റെ അതിന് ഇവർക്ക് മാത്രമേ ഉള്ളൂ സിംഗിൾ സ്ട്രാൻഡഡ് DNA കാണുന്നത്. ലാംഡ ബാക്ടീരിയോഫേജിന് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് കാണുന്നത്. അതിന്റെ ബേസ് പേസ് ഡബിൾ സ്ട്രാൻഡ് ആണ്. അപ്പോൾ നമ്മൾ ബേസ് പേസ് വെച്ചാണ് അതിന്റെ ലെങ്ത് പറയുക. അത്രയും ബേസ് പേസ് ആണ് 48502 ഇത്രയും ബേസ് പേസ് ആണ് ഇത്രയും ബേസ് പേസ് ആണ് BP ബേസ് പേസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഒരു വാല്യൂ ആണ് ഇത് 48, 50. 48ന്റെയും 50യുടെയും കൂടെ ഡിഫറൻസ് ആണ് 2. 48, 52 അത്രയും ബേസ് പേസ് ഓർമ്മിച്ച് വെക്കാം. ഇത് ഓർമ്മിച്ച് വെക്കാം. 5 + 3 8 ആണ്. പിന്നെ ഒരു നമ്പറും കൂടി വരും. അത്ര ഓർമ്മിച്ചാൽ മതി. ഇതാണെങ്കിൽ 48, 50 48ന്റെയും 50യുടെയും കൂടെ ഡിഫറൻസ് ആണ് ഈ ഒരു 2 വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇങ്ങനെ ഓർമ്മിക്കാം. ഇനി അടുത്തത് ബാക്ടീരിയ, ഈക്കോളൈ ബാക്ടീരിയയുടെ കേസാണ് നമ്മൾ പറയുന്നത്. അടുത്ത ഈക്കോളൈ ബാക്ടീരിയയുടെ കേസ് പറയുകയാണ്. എഷെറീഷ്യ കോളൈ ഓർ ഈക്കോളൈ ബാക്ടീരിയയുടെ കേസ് നമ്മൾ പറയുകയാണ്. ഇവർക്ക് 4.6 × 10⁻⁶ അത്രയും ബേസ് പേസ് ആയിരിക്കും ഇവർക്കുള്ളത്. ഈക്കോളൈ 4.6 × 10⁻⁶. ഇവിടെ നിങ്ങൾ ഒരിക്കൽ അറിയാതെ പോലും നിങ്ങൾ മൈനസ് ഇട്ട് പോകരുത്, മഹാവിഡിത്തമായി പോകരുത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഹ്യൂമന്റെ കേസ് നമ്മൾ പറയുകയാണ്. ഹ്യൂമന്റെ ഹാപ്ലോയിഡ് കേസാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഹ്യൂമന്റെ ഹാപ്ലോയിഡ് DNA-യുടെ കേസാണ് നമ്മൾ പറയുന്നത്. 2 സെറ്റ് DNA ഉണ്ട്. അത് ഒരു സെറ്റിന്റെ മാത്രമാണ് പറയുന്നത്. 3.3 × 10⁻⁹ ബേസ് പേസ് ഇത്രയാണ് ഹ്യൂമന്റെ ഹാപ്ലോയിഡ് DNA-യുടെ കേസ് നമ്മൾ പറയുന്നത്. 3.3 × 10⁻⁹. അപ്പൊ ഡിപ്ലോയിഡ് ആണെങ്കിൽ 6.6 × 10⁻⁹ വരും.
ഡിപ്ലോയിഡ് സെൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഹാപ്ലോയിഡ് സെല്ലിന്റെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഹാപ്ലോയിഡ് സെല്ലിന്റെ 3.3 × 10⁹ ബേസ് പെയർസ് ആണ്. ഇത്രയാണ് ലെങ്ത് ഓഫ് DNA. ഇത് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് ലെങ്ത് ഓഫ് DNA. ഓക്കെ ആണല്ലോ. നമുക്കറിയാം DNA ഇസ് എ പോളിന്യൂക്ലിയോടൈഡ്. കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടുള്ളതാണ് DNA. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ സ്ട്രക്ചർ ആണ്. ഇപ്പൊ DNAയും RNAയും പോളിന്യൂക്ലിയോടൈഡുകളാണ്. ഈ പോളിന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിന് നമ്മൾ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ നോക്കാം. നമുക്കറിയാം ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി 3 കമ്പോണൻസ് ഉണ്ട്. നൈട്രജൻ ബേസ് വരുന്നുണ്ട്, ഒരു പെൻഡോസ് ഷുഗർ വരുന്നുണ്ട്, 5 കാർബൺ ഷുഗറിനെയാണ് നമ്മൾ പെൻഡോസ് എന്ന് വിളിക്കുന്നത്, പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇത്രയും ആൾക്കാരാണ് ഒരു ന്യൂക്ലിയോടൈഡിന്റെ കമ്പോണൻസ് പറയുക. അതിൽ ആദ്യം ഈ നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും കൂടി കമ്പൈൻ ചെയ്തിരിക്കും. നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും കൂടി കമ്പൈൻ ചെയ്യും. നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ഈ ന്യൂക്ലിയോസൈഡിനൊപ്പം ഫോസ്ഫോറിക് ആസിഡ് കൂടി വരും. അപ്പോൾ ന്യൂക്ലിയോസൈഡിന്റെ ഒപ്പം പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് കൂടി വരും. ഈ ന്യൂക്ലിയോസൈഡിനൊപ്പം ഫോസ്ഫോറിക് ആസിഡ് കൂടി വരും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ പറയാം. ന്യൂക്ലിയോടൈഡിന്റെ കമ്പോണൻസ് പറയാണ്. ഒരു നൈട്രജൻ ബേസ് വരും, ഒരു പെൻഡോസ് ഷുഗർ വരും, ഫോസ്ഫോറിക് ആസിഡ് വരും. അത് നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗർ. പെൻഡോസ് മീൻസ് പെൻഡ മീൻസ് 5, ഓസ് മീൻസ് ഷുഗർ. അപ്പോൾ പെൻഡോസ് മീൻസ് 5 കാർബൺ ഷുഗർ. നൈട്രജൻ ബേസ് പ്ലസ് പെൻഡോസ് അത് കമ്പൈൻ ചെയ്തിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ഈ ന്യൂക്ലിയോസൈഡിലേക്ക് ഫോസ്ഫോറിക് ആസിഡ് കൂടി കമ്പൈൻ ചെയ്യും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ ആണല്ലോ. നൈട്രജൻ ബേസ് പ്ലസ് പെൻഡോസ് ഷുഗർ is equal to ന്യൂക്ലിയോസൈഡ്. This nucleoside plus phosphoric acid അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. പിന്നെ കുറെ ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേരുമ്പോൾ ഇങ്ങനെ സെവറൽ ന്യൂക്ലിയോടൈഡ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് പോളിമറൈസേഷൻ നടന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഈ ന്യൂക്ലിക് ആസിഡ് DNA ആകാം അല്ലെങ്കിൽ RNA ആകാം. ഈ DNAയും RNAയും ഫോം ചെയ്യുന്നത് പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് വഴിയാണ്. അപ്പോൾ നമുക്ക് പറയാം ഒരു പോളിന്യൂക്ലിയോടൈഡ് ആണ്. DNA and RNA they are polynucleotide or simply they are nucleic acids. ഓക്കെ ആണല്ലോ. നമ്മൾ ഓരോന്നിനെ കുറിച്ച് പറയുകയാണ്. നൈട്രജൻ ബേസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പറയുകയാണ്. നൈട്രജൻ ബേസിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. നൈട്രജൻ ബേസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസിനുള്ളിൽ വരുന്നതാണ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ. പിരമിഡിന്റെ ഉള്ളിൽ വരുന്നതാണ് തൈമിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഒരാൾ കൂടി വരും. RNAയിൽ ഒരാൾ കൂടി വരുന്നുണ്ട്, യുറാസിൽ. RNAയിൽ വരുന്നതാണ് യുറാസിൽ. ഓക്കെ ആണല്ലോ. അഡിൻ ആൻഡ് ഗ്വാനിൻ ആർ പ്യൂരിൻസ്, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ ആർ പിരമിഡിൻസ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നൈട്രജൻ കണ്ടെയ്നിങ് bases. Nitrogen present ആയിട്ടുള്ള ബേസിക് കമ്പോണൻസ് ഓഫ് DNA they are called as nitrogen bases. ഓക്കെ ആണല്ലോ. അപ്പോൾ they are heterocyclic. ഇപ്പോൾ ചിലപ്പോൾ എൻട്രൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് DNA യിൽ കാണുന്ന ഹെറ്ററോസൈക്ലിക് റിംഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DNA യിൽ കാണുന്ന ഹെറ്ററോസൈക്ലിക് റിംഗ് ആണ് നൈട്രജൻ ബേസസ് ആണ്. They are heterocyclic rings present in DNA. Heterocyclic rings present in DNA. ഇത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. DNA യിൽ കാണുന്ന ഹെറ്ററോസൈക്ലിക് റിംഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. നൈട്രജൻ ബേസ് ആണ് DNA യിൽ കാണുന്ന ഹെറ്ററോസൈക്ലിക് റിംഗ്. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്യൂരിൻസും പിരമിഡിൻസും. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത പറയുന്നത് പെൻഡോസ് ഷുഗറിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. പെൻഡോസ് ഷുഗർ മീൻസ് 5 കാർബൺ ഷുഗർ. 5 കാർബൺ ഷുഗർ രണ്ട് തരത്തിലുണ്ട്. റൈബോസ് ആകാം, ഡിയോക്സി റൈബോസ് ആകാം. റൈബോസ് വന്നാൽ അത് RNA ആകും, ഡിയോക്സി റൈബോസ് വന്നാൽ അത് DNA ആകും. ഇതാണ് പെൻഡോസ് ഷുഗറിനെ കുറിച്ച് പറയുന്നത്. പെൻഡോസ് ഷുഗർ റൈബോസ് ആകാം, ഡിയോക്സി റൈബോസ് ആകാം. പെൻഡോസ് ഷുഗർ റൈബോസ് ആണെങ്കിൽ അത് RNA ആകും. പെൻഡോസ് ഷുഗർ ഡിയോക്സി റൈബോസ് ആണെങ്കിൽ അത് DNA ആകും. നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും സ്ട്രക്ചർ നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ പെൻഡോസ് ഷുഗറിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ റിങ്ങിന് വെളിയിലാണ് CH2OH എന്ന് വരും. ഇതാണ് ഫിഫ്ത്ത് കാർബൺ. ഓക്കെ ആണല്ലോ. ഓരോ കാർബണിനും 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് OH, H. ഇവിടെയും OH, H.
തേർഡ് കാർബണിൽ നേരെ തിരിച്ചു വരും OH H ഇവിടെ H. ഓക്കെ ആണല്ലോ. ഇതാണ് റൈബോസ് ഷുഗർ. ഇതാണ് RNA കാണുന്ന ഷുഗർ ആണ് റൈബോസ് ഷുഗർ. ഓക്കെ ആണല്ലോ. എന്നാൽ DNA കാണുന്ന ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. അപ്പോൾ DNA കാണുന്നത് ഇത് റൈബോസ് ഷുഗർ ആണ്. DNA കാണുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതോ ഒരു ഓക്സിജൻ ആബ്സെന്റ് ആയിരിക്കും. ഏത് ഓക്സിജൻ എന്ന് പറയുകയാണ്, ഇതാണ് ആബ്സെന്റ് ആയിട്ടിരിക്കുന്ന ഓക്സിജൻ. അതായത് സെക്കൻഡ് കാർബണിലെ ഓക്സിജൻ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ, സെക്കൻഡ് കാർബണിലെ ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ആ ഷുഗറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. ഓക്കെ ആണല്ലോ. ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA കാണുന്നത്. എന്നാൽ അവിടെ ഓക്സിജൻ വരികയാണെങ്കിൽ അത് റൈബോസ് ഷുഗർ. ഓക്കെ ആണല്ലോ. റൈബോസ് ഷുഗർ ആണ് RNA കാണുന്നത്. എന്നാൽ DNA കാണുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, സ്പെസിഫിക്കലി പറയുകയാണ്, നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് DNA പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്. ഇതിന് മുകളിൽ നമ്മൾ പറയേണ്ടത് DNA പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത് 2' മീൻസ് സെക്കൻഡ് കാർബണിൽ ഡിയോക്സി, സെക്കൻഡ് കാർബണിലെ ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള റൈബോസ്. ഇങ്ങനെ വേണം നമ്മൾ ഇനി മുതൽ പറയാൻ. സെക്കൻഡ് കാർബണിൽ ഓക്സിജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള റൈബോസ് എന്ന് വേണം നമ്മൾ ഇതിനെ പറയാൻ. ഓക്കെ ആണല്ലോ. 2' ഡിയോക്സി റൈബോസ് is present in DNA. ഇനി മുതൽ നമ്മൾ അങ്ങനെ വേണം പറയാൻ. DNA കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് എന്ന് പറയുകയരുത്. അതിനേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ പറയണം 2' ഡിയോക്സി റൈബോസ്, ദാറ്റ് is the sugar present in DNA. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് റൈബോസ് ഷുഗറിന്റെ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു റൈബോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടി കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോസൈഡ് ഉണ്ടാകും. ആ ന്യൂക്ലിയോസൈഡിലേക്ക് ഫോസ്ഫോറിക് ആസിഡ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയോറ്റൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയോസൈഡ് എങ്ങനെ ഉണ്ടാകുന്നു, ന്യൂക്ലിയോറ്റൈഡ് എങ്ങനെ ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് നോക്കാം. ഈ നൈട്രജൻ ബേസ് കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നു, ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നു നൈട്രജൻ ബേസും പെന്റോസ് ഷുഗറും തമ്മിൽ കമ്പൈൻ ചെയ്താണെന്ന് പറഞ്ഞു. ഈ റൈബോസ് ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിലെ OH മാറ്റിയിട്ടാണ് അവിടേക്കാണ് നൈട്രജൻ ബേസ് വരിക. അപ്പൊ ഇവിടേക്കായിരിക്കും നൈട്രജൻ ബേസ് വരുന്നത്, ഫസ്റ്റ് കാർബണിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ വരുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ്, ആ നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് ന്യൂക്ലിയോസൈഡ്. പെന്റോസ് ഷുഗറുമായി നൈട്രജൻ ബേസുമായി. ഈ ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്. 2' ഡിയോക്സി റൈബോസ് ആണ്. അതിലേക്ക് അതിന്റെ ഫസ്റ്റ് കാർബണിലേക്ക് നൈട്രജൻ ബേസ് കമ്പൈൻ ചെയ്യുന്നു. നൈട്രജൻ ബേസ് പറയുമ്പോൾ അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ ഏതും ആകാം. ഓക്കെ ആണല്ലോ. ഇതിപ്പോ ഡിയോക്സി റൈബോസ് ആയതുകൊണ്ട് ഇവിടേക്ക് യുറാസിൽ ഒഴികെ DNA ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ യുറാസിൽ ഒഴികെ വേറെ ആർക്കും കമ്പൈൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ന്യൂക്ലിയോസൈഡ്. നമ്മൾ അപ്പൊ ന്യൂക്ലിയോസൈഡ് ആയി. ഇനി അടുത്ത് പറഞ്ഞു ന്യൂക്ലിയോസൈഡിലേക്ക് ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഫോസ്ഫോറിക് ആസിഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഇതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫറസിന്റെ വാലൻസി 5 ആണ്. P ഡബിൾ ബോണ്ട് O. ഇതാണ് H3PO4. ഓക്കെ ആണല്ലോ. ഇതൊരു ആസിഡ് ആണ്. ആസിഡ് ആയതുകൊണ്ട് H+ ഡൊണേറ്റ് ചെയ്തവർക്കൊക്കെ മൈനസ് ചാർജ് വരും. അതുകൊണ്ട് തന്നെ DNA അസിഡിക് ആവാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ that is due to the presence of phosphoric acid. DNA is acidic due to the presence of phosphoric acid. ഇനി DNAയുടെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോസ്ഫോറിക് ആസിഡുള്ള H+ ഡൊണേറ്റ് ചെയ്യും. H+ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജന് മൈനസ് ചാർജ് വരും. അതുകൊണ്ട് DNA നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾ ആണ്. എന്തുകൊണ്ടെന്നാൽ DNAയിൽ ഫോസ്ഫോറിക് ആസിഡ് കാണുന്നു. ആസിഡ്സിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ആസിഡ് DNA ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പൊ ആസിഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ DNA നെഗറ്റീവ് ചാർജ് ആവാനുള്ള റീസൺ അതിൽ ഫോസ്ഫോറിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ പറയുന്നത് ഈ ഫോസ്ഫോറിക് ആസിഡ് എങ്ങനെയാണ് ന്യൂക്ലിയോസൈഡിനോട് കമ്പൈൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫോസ്ഫോറിക് ആസിഡ് ന്യൂക്ലിയോടൈഡിലേക്ക് കമ്പൈൻ ചെയ്യും. നമുക്കിതിനെ സിംപ്ലി ഫോസ്ഫോറിക് ആസിഡ് നമ്മളിങ്ങനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണ്, സിംപ്ലി ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സിംപ്ലി ഇങ്ങനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നത് ഈ 5th കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. 5th കാർബണിലേക്ക് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു OH ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്നത് OH ആയിരുന്നു. OH മീൻസ് ആൽക്കഹോൾ ആണ്. ഈ വന്ന സാധനം ഫോസ്ഫോറിക് ആസിഡ് ആണ്. അപ്പൊ ആസിഡിനും ആൽക്കഹോളിനും ഇടയ്ക്കുണ്ടാവുന്ന ബോണ്ട്, ആസിഡും ആൽക്കഹോളും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് എസ്റ്റർ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. ആസിഡിനും ആൽക്കഹോളിനും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ടാണ്. ആ സാധാരണ എസ്റ്റർ ബോണ്ടിൽ കാർബൺ ആണ് വരിക. പക്ഷെ ഇവിടുത്തെ എസ്റ്റർ ബോണ്ടിൽ ഫോസ്ഫറസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ എസ്റ്റർ
ബോണ്ട്. ഡൈ എസ്റ്റർ അല്ല. ഡൈ എസ്റ്റർ വരുന്നത് രണ്ട് ന്യൂക്ലിയോടൈഡ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ വരുന്നത്. ഇത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഓക്കെ ആണല്ലോ. ഒരു ന്യൂക്ലിയോടൈഡിലുള്ള ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇങ്ങനെ ഒരു ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്തു. ഇങ്ങനെ ടോട്ടൽ 3 ഫോസ്ഫേറ്റിന് വരെ കമ്പൈൻ ചെയ്യാം. ഇതിലേക്ക് ടോട്ടൽ 3 ഫോസ്ഫേറ്റ് വരെ കമ്പൈൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. സപ്പോസ് ഇവിടെ ഇപ്പോൾ അഡിനിൻ ആണ് വരുന്നത് എന്നിരിക്കട്ടെ. സപ്പോസ് ഇവിടെ ഇപ്പോൾ വരുന്നത് അഡിനിൻ ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇത് അഡിനിന്റെ ന്യൂക്ലിയോസൈഡ്, അഡിനിൻ പ്ലസ് റൈബോസ് ഷുഗർ, അഡിനിന്റെ ന്യൂക്ലിയോസൈഡ് ആണ് അഡിനോസിൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിവിടെ വരെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അഡിനോസിൻ ആവും. ഈ അഡിനോസിനിലേക്ക് ഒരു ഫോസ്ഫേറ്റ്, അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. ഈ ഒരു കണ്ടീഷനിൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ADP, ഇതാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ രണ്ട് ബോണ്ടുകളാണ് ന്യൂക്ലിയോടൈഡിലെ ഹൈ എനർജി ബോണ്ടുകൾ. ഓക്കെ ആണല്ലോ. രണ്ട് ഫോസ്ഫേറ്റിന് ഇടയിലുള്ള ബോണ്ട്. ഈ ഫോസ്ഫറസിനെ തന്നെയാണ് നമ്മൾ ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്നത്. ഫോസ്ഫറസ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫേറ്റ്. ആസിഡുകൾ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റ് എന്നുള്ള വെച്ചായിരിക്കും നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ പൈറുവിക് ആസിഡ് പൈറുവേറ്റ്, ഫോമിക് ആസിഡ് ഫോർമേറ്റ്, സിട്രിക് ആസിഡ് സിട്രേറ്റ്, അസ്പാർട്ടിക് ആസിഡ് അസ്പാർട്ടേറ്റ്. ആസിഡിന്റെ ഏറ്റ് വെച്ച് നമ്മൾ പറയും. ഈ രണ്ട് ബോണ്ടുകളാണ്, ഈ രണ്ട് ഫോസ്ഫറസിന്റെ ഇടയിലുള്ള ഈ രണ്ട് ബോണ്ടുകളാണ് ഹൈ എനർജി ബോണ്ടുകൾ. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ATP ഒക്കെ ഹൈ എനർജി മോളിക്യൂൾ ആണ്. ആ മോളിക്യൂളിൽ എനർജി ഇരിക്കുന്നത് ഈ രണ്ട് ബോണ്ടുകളിലാണ് എനർജി ഇരിക്കുന്നത്. ATPയുടെ ഒക്കെ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ബോണ്ടുകളിലായിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ പറഞ്ഞാണ്. അല്ലെ ഫസ്റ്റ് കാർബണിലേക്കായിരിക്കും നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ ആണല്ലോ. ന്യൂക്ലിയോസൈഡ് ആയി. ന്യൂക്ലിയോസൈഡിനകത്ത് ഫോസ്ഫോറിക് ആസിഡ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. പിന്നെ ഫസ്റ്റ് ഫോസ്ഫോറിക് ആസിഡ് കമ്പൈൻ ചെയ്യുന്നു, 5th കാർബണിലേക്കാണ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്യുന്നത് 5th കാർബണിലേക്കാണ്. അപ്പൊ ഇതൊരു ആസിഡ് ആണ്. അവിടെ OH ആയിരുന്നു ഉണ്ടായിരുന്നത്. ആസിഡ് പ്ലസ് OH, OH മീൻസ് ആൽക്കഹോൾ. ആസിഡ് പ്ലസ് ആൽക്കഹോൾ, ആ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റർ ബോണ്ട്. പക്ഷെ ഇവിടെ ഫോസ്ഫറസ് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ബോണ്ടിനെ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. അങ്ങനെ ടോട്ടൽ 3 ഫോസ്ഫറസിന് വരെ ആഡ് ചെയ്യാൻ കഴിയും. ഈ രണ്ട് ഫോസ്ഫേറ്റിന്റെ ബോണ്ടുകളാണ് ഹൈ എനർജി ബോണ്ട്സ്. ഒരു ന്യൂക്ലിയോടൈഡിലെ ഹൈ എനർജി ബോണ്ട് ഈ രണ്ട് ഫോസ്ഫേറ്റിന്റെ ഇടയിലുള്ള ബോണ്ടുകളാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ പറയുന്നത് ഒരു കുറെ ന്യൂക്ലിയോടൈഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് DNA അല്ലെങ്കിൽ RNA അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്, ജനറലി പറയുകയാണെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത് കുറെ ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്താണ്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ്സുകൾ തമ്മിൽ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു അതാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, നമ്മളിനി പറയുന്നത് എങ്ങനെയാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ കമ്പൈൻ ചെയ്ത് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നത് എന്നാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും വലിയ ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ഇതിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ പറയുകയാണ്. ഇതിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പുകളാണ് ഈ 3' അല്ലെങ്കിൽ 3rd കാർബണിൽ പ്രസന്റ് ആയിരിക്കുന്ന OH. അപ്പോൾ 3' OHന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയുകയാണ്. ഒരു ന്യൂക്ലിക് ആസിഡിൽ ആരൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്, റിയാക്റ്റീവ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയുകയാണ്. 3' OH, 3' OH മീൻസ് 3rd കാർബണിൽ പ്രസന്റ് ആയിരിക്കുന്ന OH ഉം 5th കാർബണിൽ ഇരിക്കുന്ന 5' ഫോസ്ഫേറ്റ്. 3' OH and 5' മീൻസ് 5th കാർബണിൽ പ്രസന്റ് ആയിരിക്കുന്ന ഫോസ്ഫേറ്റ്. ഇത് രണ്ടുമാണ് റിയാക്റ്റീവ് ഗ്രൂപ്പ്. ഇതാണ് ഈ ഒരു 5th കാർബണിൽ പ്രസന്റ് ആയിരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളും 3rd കാർബണിൽ ഇരിക്കുന്ന OH ഗ്രൂപ്പുമാണ് റിയാക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുക. ഒരു ന്യൂക്ലിയോടൈഡിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പുകൾ. ഒരു ന്യൂക്ലിയോടൈഡിന്റെ 3' OHലേക്ക് അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 5' ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും. അപ്പൊ സപ്പോസ് നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നിരിക്കട്ടെ. ഒരു ന്യൂക്ലിയോടൈഡിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പുകളാണ് 5' ഫോസ്ഫേറ്റും 3' OHഉം ഇരിക്കട്ടെ. 5' ഫോസ്ഫേറ്റും 3' OH. ഇത് വേറെ ന്യൂക്ലിയോടൈഡ് ആണ്. സപ്പോസ് ഇത് വേറെ ന്യൂക്ലിയോടൈഡ് ആണെന്നിരിക്കട്ടെ. അതിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പുകളാണ് 5' ഫോസ്ഫേറ്റ് 3' OH. സപ്പോസ് ഇത് വേറൊരു ന്യൂക്ലിയോടൈഡ് ആണെന്നിരിക്കട്ടെ. അതിന്റെയും 5' ഫോസ്ഫേറ്റ് 3' OH. ഓക്കെ ആണല്ലോ. ഇതെങ്ങനെ കമ്പൈൻ ചെയ്യുന്ന പറയുകയാണ്. ഇവിടേക്ക് ഫോസ്ഫറസ് കമ്പൈൻ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടേക്ക് ഫോസ്ഫറസ് നമ്മൾ കമ്പൈൻ, ഈ OHലേക്ക്, അതായത് 3' OHലേക്ക് ഈ 5' ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് സിംപ്ലി ഫോസ്ഫേറ്റ് എന്ന് എഴുതിയേക്കുന്നെങ്കിലും ഇവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഓരോ ഫോസ്ഫേറ്റിന്റെയും സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ ഫോസ്ഫേറ്റിലും ഇങ്ങനെ OH ഉണ്ട്.
അവിടെ ഈ എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഒരു ബോണ്ട് അങ്ങ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്നതായിരുന്നു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഈ ബോണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. ഇത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. ഇപ്പോൾ ഉണ്ടായ ബോണ്ട് ഇവിടെ OH-നും ഫോസ്ഫോറിക് ആസിഡിനും ഇടയ്ക്കുണ്ടായ ഈ ബോണ്ടും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ്, ഈ രണ്ട് ബോണ്ടിനെയും കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. ഇനി അതുപോലെ ഈ OH-ലെ ഹൈഡ്രജനെ മാറ്റി ഇവർ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ന്യൂക്ലിയോടൈഡുകൾ കമ്പൈൻ ചെയ്ത് DNA, RNA ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു DNA-യും RNA-യും ഒക്കെ ഉണ്ടായി വരുന്ന സമയത്ത് ഇപ്പോൾ DNA-യും RNA ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരെൻഡിൽ ഒരു ഫ്രീ ഫോസ്ഫേറ്റ് ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അടുത്ത എൻഡിൽ ഫ്രീ ആയിട്ടൊരു OH ഉണ്ടാകും. ഒരെൻഡിൽ ഫ്രീ ആയിട്ട് ഫോസ്ഫേറ്റ് ഉണ്ടാകും, അടുത്ത എൻഡിൽ ഫ്രീ ആയിട്ട് OH ഉണ്ടാകും. ഈ ഫോസ്ഫേറ്റ് ഇരിക്കുന്നത് നമുക്കറിയാം, ഫോസ്ഫേറ്റ് പ്രസന്റ് ഇരിക്കുന്നത് 5th കാർബൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ എൻഡിനെ, ഫ്രീ ഫോസ്ഫേറ്റ് ഉള്ള എൻഡിനെ നമ്മൾ 5' എൻഡ് എന്നും, ഫ്രീ OH ഇരിക്കുന്നത് 3rd കാർബണിലാണ്, 1st, 2nd, 3rd കാർബണിലായതുകൊണ്ട് ഈ OH ഇരിക്കുന്ന എൻഡിനെ നമ്മൾ 3' എൻഡ് എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴി ന്യൂക്ലിയോടൈഡ്സുകൾ കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഒരു ന്യൂക്ലിയോടൈഡിന്റെ 5' ഫോസ്ഫേറ്റ് അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 3' OH-ലേക്ക് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ എഗെയിൻ ഓൾറെഡി അവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ട്, എഗെയിൻ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും. അങ്ങനെ ഫോസ്ഫോ ഉള്ള 2 എസ്റ്റർ ബോണ്ട് വരുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഇങ്ങനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴി ന്യൂക്ലിയോടൈഡ്സുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു വലിയ ചെയിൻ പോലെയാകും. അങ്ങനെ ചെയിനായി മാറുമ്പോൾ അതിന്റെ ഒരെൻഡിൽ ഫ്രീ ഫോസ്ഫേറ്റ് ഉണ്ടാകും, അടുത്ത എൻഡിൽ ഫ്രീ OH ഉണ്ടാകും. ഈ ഫ്രീ ഫോസ്ഫേറ്റ് ഇരിക്കുന്നത് നമുക്കറിയാം 5th കാർബൺ ഓഫ് റൈബോസ് ഷുഗർ ആയതുകൊണ്ട് ഫ്രീ ഫോസ്ഫേറ്റ് ഇരിക്കുന്ന എൻഡിനെ നമ്മൾ 5' എൻഡ് എന്ന് വിളിക്കും. അടുത്ത എൻഡിൽ ഫ്രീ ആയിട്ടൊരു OH ഗ്രൂപ്പ് ഉണ്ട്. നമുക്കറിയാം OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 3rd കാർബണിലാണെന്ന്, അതുകൊണ്ട് നമ്മൾ ആ എൻഡിനെ 3' എൻഡ് എന്നും പറയും. ഓക്കെ ആണല്ലോ. DNA-യുടെ സിന്തസിസിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരുന്നു, 5' എൻഡിൽ നിന്നും 3' എൻഡിലേക്കാണ് വളർന്നു വന്നത് അല്ലെ. അതുകൊണ്ട് നമ്മൾ DNA-യുടെ ഡയറക്ഷൻ പറയുന്നതാണ് 5' to 3'. ഇങ്ങനെയാണ് നമ്മൾ DNA ഡയറക്ഷൻ പറയുന്നത്. കാര്യം DNA ഉണ്ടായി വന്നത് ഈ 5' എൻഡിൽ നിന്നും താഴേക്ക്, ഇവിടെ നിന്നും താഴേക്കാണ് DNA ഉണ്ടായി വന്നത് അല്ലെ. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് 5' to 3' എൻഡിലേക്കാണ് DNA ഉണ്ടായി വന്നത്. സോ DNA ഡയറക്ഷൻ ഈസ് റെപ്രസെന്റഡ് ആസ് 5' to 3' എൻഡ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാകുന്നത്. പോളിന്യൂക്ലിയോടൈഡ് ചെയിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബാക്ക് ബോൺ ഉണ്ടായിരിക്കുമ്പോൾ ഇതിലെങ്ങും ഒരിക്കലും നൈട്രജൻ ബേസ് വരുന്നില്ല. ഈ ബോണ്ട് ഫോർമേഷനിൽ നൈട്രജൻ ബേസ് വരുന്നേയില്ല. അപ്പൊ ബാക്ക് ബോൺ ഓഫ് DNA അതിലൊരിക്കലും നൈട്രജൻ ബേസ് വരുന്നില്ല. നൈട്രജൻ ബേസ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങും ഒരിക്കലും നൈട്രജൻ ബേസ് വരുന്നില്ല. ഇതെടുക്കുകയാണെങ്കിൽ നൈട്രജൻ ബേസ് എവിടേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുക. നൈട്രജൻ ബേസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിന്റെ ബാക്ക് ബോണിൽ ആ മെയിൻ സ്ട്രക്ചറിൽ മെയിൻ സ്ട്രക്ചർ മീൻസ് അങ്ങനെ ബോണ്ട് ചെയ്ത് പോകുന്ന ആ ബോണ്ടിങ്ങിൽ നൈട്രജൻ ബേസ് വരുന്നില്ല. ഏത് ബോണ്ടിങ്ങിൽ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടിങ്ങിൽ നൈട്രജൻ ബേസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബാക്ക് ബോൺ ഓഫ് DNA അല്ലെങ്കിൽ ബാക്ക് ബോൺ ഓഫ് എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. നമ്മൾ കൂട്ടത്തിൽ നൈട്രജൻ ബേസ് വരച്ചതില്ലായിരുന്നു, ഇപ്പോൾ നമ്മൾ വരച്ചത് അല്ലേ. അപ്പൊ ബാക്ക് ബോൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷുഗർ, ഫോസ്ഫേറ്റ്, again phosphate sugar ഇങ്ങനെ ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ട് മാത്രമാണ് ബാക്ക് ബോൺ ഓഫ് DNA ഉണ്ടായിരിക്കുന്നത്.